JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മേലധികാരിക്ക് അയക്കുന്ന ഔദ്യോഗിക കത്തിലെ ശരിയായ അഭിസംബോധന ഏത്? നമ്മൾ ഇപ്പോൾ ഒരു കത്ത് മേലധികാരിക്ക് അയക്കുന്ന അവസരത്തിൽ പ്രസ്തുത കത്തിന്റെ ഔദ്യോഗിക അഭിസംബോധന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേലധികാരിക്ക് അയക്കുന്ന ഔദ്യോഗിക കത്തിലെ ശരിയായ അഭിസംബോധന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ആദരണീയനായ ശ്രീ അല്ലെങ്കിൽ ശ്രീമതി. ഔദ്യോഗിക കത്തില് ബഹുമാനപൂർവമായ ഔപചാരിക അഭിസംബോധനയാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഔദ്യോഗികമായ കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിലെ വിഷയവരി സബ്ജക്റ്റ് എഴുതേണ്ടത് എവിടെയാണ്? ഔദ്യോഗികമായ കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷയവരി അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് എഴുതേണ്ടത് എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എവിടെയാണ് എഴുതേണ്ടത് ഔദ്യോഗിക കത്തിലെ വിഷയവരി അല്ലെങ്കിൽ സബ്ജക്റ്റ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അയച്ചവന്റെ വിലാസത്തിനും അഭിസംബോധനയ്ക്കും ശേഷം, അതായത് വിഷയം, കത്തിന്റെ ഉദ്ദേശം എന്നിവ ചുരുക്കത്തിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്തുത കാര്യത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് സബ്ജക്റ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്താണ് കത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വിഷയം അല്ലെങ്കിൽ സബ്ജക്റ്റ് കൃത്യമായിട്ട്, വിഷയവരി കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കത്തിലെ വിഷയവരി എഴുതേണ്ടത് എവിടെയാണ്? അയച്ചവന്റെ വിലാസത്തിനും അഭിസംബോധനയ്ക്കും ശേഷമാണ് വിഷയവരി എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിലെ ഭാഷ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന്റെ ഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ലളിതവും ഔപചാരികവുമായ ഭാഷയായിരിക്കണം അല്ലെ. ഔദ്യോഗിക കത്ത് വ്യക്തവും ഔപചാരികവുമായ ഭാഷയിലാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. അവധി അപേക്ഷ കത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകം ഏത്? ഇപ്പോൾ എല്ലാവർക്കും ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവധിക്ക് അപേക്ഷ നൽകേണ്ടത്, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുന്ന അവസരത്തിലും അല്ലെങ്കിൽ പല അവസരങ്ങളിലും ചിലപ്പോൾ അവധിക്ക് അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അവധിക്ക് അപേക്ഷ നൽകുന്ന അവസരത്തിൽ അതിന്റെ കത്തില് ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അവധി ആവശ്യമായ കാരണം, അതായത് അവധി അനുവദിക്കാൻ ആവശ്യമായ കാരണം വ്യക്തമായി വ്യക്തമാക്കണം. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തില് ഞാൻ അറിയിക്കുകയാണ് എന്നതിന് പകരം അനുയോജ്യമായ വാചകം ഏത്? ഔദ്യോഗിക കത്തൊക്കെ എഴുതുന്ന അവസരത്തില് ആ കത്തില് ഞാൻ അറിയിക്കുകയാണ് എന്നതിന് പകരം അനുയോജ്യമായ വാചകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. താങ്കളെ അറിയിക്കുന്നു. ബഹുമാനം, ഔദ്യോഗിക കത്താകുമ്പോൾ എന്താ വേണ്ടത്? ബഹുമാനം ഉണ്ടായിരിക്കണം അല്ലെ. ബഹുമാനം പ്രകടമാക്കുന്ന വാചകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. മേലധികാരിക്ക് അയക്കുന്ന കത്തില് ഒപ്പിന് മുകളിൽ സാധാരണയായി എഴുതുന്നത് എന്ത്? മേലധികാരിക്കൊക്കെ കത്ത് അയക്കുന്ന അവസരത്തിൽ ഒപ്പിടണം അല്ലെ. ആ ഒപ്പിന് മുകളിൽ സാധാരണയായി എഴുതുന്നത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ആദരപൂർവം. ആദരപൂർവം പോലുള്ള വാക്കുകളൊക്കെ ഔദ്യോഗിക കത്തിന് അനുയോജ്യമായതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിൽ ഒഴിവാക്കേണ്ടത് ഏത്? ഈ ഔദ്യോഗിക കത്ത് എഴുതുന്ന സമയത്ത് അവസരത്തിൽ ഒഴിവാക്കേണ്ടത്, ആ കത്തിൽ ഒഴിവാക്കേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. സംസാര ഭാഷ. സംസാര ഭാഷ ഔദ്യോഗിക കത്തിൽ
യോജിച്ചതല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏത്? മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ, കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ. അതാണ് മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏതാണ്? കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ. വിനയപൂർവമായ അപേക്ഷയാണ് അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ കാര്യസാധ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മേലധികാരി കത്തെഴുതുന്ന അവസരത്തിൽ എന്താണ് പരമാവധി വിനയപൂർവമായ രീതിയിൽ വേണം അപേക്ഷ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ വിനയപൂർവമായ അപേക്ഷയാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് തീയതി എഴുതേണ്ടത് എവിടെ? ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന്റെ തീയതി എഴുതണമല്ലോ. ആ തീയതി എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? എവിടെയാണ്? ആർക്കെങ്കിലും അറിയോ എവിടെയാണ്? മുകളില് വലതുവശത്ത് അല്ലെ. തീയതി കത്തിന്റെ ഔപചാരികമായ ഒരു ഘടകമാണ് അല്ലെ. അതുകൊണ്ട് അത് എവിടെയാണ് എഴുതേണ്ടത്? മുകളില് വലതുവശത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരിക്ക് അയക്കുന്ന കത്ത് എങ്ങനെ അവസാനിപ്പിക്കണം? മേലധികാരിക്ക് കത്ത് എഴുതുമ്പോൾ ആ കത്ത് എഴുതുന്ന അവസരത്തില് കാര്യങ്ങളെല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ അവസാനിപ്പിക്കുന്ന അവസരത്തില് എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്? ആദരവോടെ അവസാനിപ്പിക്കണം അല്ലെ. മേലധികാരിയുടെ ആദരവാണ് കത്തില് പ്രതിഫലിപ്പിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗിക കത്തില് അയച്ച ആളിന്റെ വിലാസം എഴുതേണ്ടത് എവിടെയാണ്? ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം എവിടെയാണ് എഴുതേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഉത്തരം ബി ആണല്ലേ. മുകളില് ഇടതുവശത്താണ് ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം എഴുതേണ്ടത്. മുകളിൽ ഇടതുവശത്ത്. ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം മുകളിൽ ഇടതുവശത്താണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷയം എന്ന പദം എഴുതുമ്പോൾ ശരിയായ രീതി ഏത്? വിഷയം എന്ന പദം എഴുതുമ്പോൾ ശരിയായ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിഷയം. വിഷയം ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. മലയാള ഔദ്യോഗികത്തില് വിഷയം എന്നാണ് ഉപയോഗിക്കുന്നത്. മേലധികാരിക്ക് അയക്കുന്ന കത്തില് ഉപയോഗിക്കേണ്ട വാക്യ ശൈലി ഏത്? മേലധികാരിക്ക് അയക്കുന്ന കത്തിൽ ഉപയോഗിക്കേണ്ട വാക്യ ശൈലി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അപേക്ഷക ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷകളോ ആവശ്യങ്ങളോ ഒക്കെ വിനയപൂർവം അറിയിക്കണം. കേട്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഔദ്യോഗിക കത്തില് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അവസാന ഭാഗത്ത് അപേക്ഷ അറിയിക്കാൻ. ഇതിനാൽ എന്ന പദം അപേക്ഷയുടെ നിഗമന ഭാഗത്ത് ഉപയോഗിക്കുന്നു. ഇതിനാൽ എന്ന പദം അപേക്ഷയുടെ നിഗമന ഭാഗത്ത് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിലെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ പാലിക്കേണ്ടത് ഏത്? ഔദ്യോഗിക കത്തിലൊക്കെ എഴുതുന്ന അവസരത്തിൽ കാരണങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ പാലിക്കേണ്ടത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തതയും ചുരുക്കവും ഉണ്ടായിരിക്കണം. അതായത് വ്യക്തവും സംക്ഷിപ്തവുമായ വിശദീകരണമാണ് ഏറ്റവും ഉചിതം. മേലധികാരിക്ക് അയക്കുന്ന കത്തില് ദയവായി എന്ന പദം ഉപയോഗിക്കുന്നത് എന്തിന്? മേലധികാരിക്കൊക്കെ അയക്കുന്ന കത്തില് ദയവായി എന്ന പദം ഉപയോഗിക്കുന്നത് എന്തിനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വിനയം പ്രകടിപ്പിക്കാൻ. ദയവായി എന്ന് ഉപയോഗിക്കുന്ന പദം ഉപയോഗിക്കുന്നതിനാണ്, അത് വിനയം പ്രകടിപ്പിക്കാനല്ലേ. ഔദ്യോഗികത്തില് വിനയം അനിവാര്യമാണ്. ഔദ്യോഗികത്തിൽ ഒഴിവാക്കേണ്ട വികാരം ഏത്? ഔദ്യോഗികത്തിൽ ഒഴിവാക്കേണ്ട വികാരം ഏതാണ്? കോപമാണല്ലേ. കോപം ഔദ്യോഗികത്തില് ഒരു കാരണവശാലും പാടില്ല. അതിന് കോപമോ ആരോപണമോ ഔദ്യോഗികത്തില് പാടില്ല. വിനയമാണ് ആവശ്യം. മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ ശൈലി ഏത്? മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ ശൈലി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഏതാണ്? അപേക്ഷിക്കുന്ന രീതിയിൽ. മേലധികാരിക്ക് അപേക്ഷിക്കുന്ന ശൈലിയാണ് ഉചിതം. ഔദ്യോഗികത്തില് കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ എന്ന വാചകം ഏത് ഭാഗത്ത് വരും? ഔദ്യോഗികത്തില് കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ എന്ന വാചകം ഏത് ഭാഗത്ത് വരും? ഏത് ഭാഗത്താണ് വരുന്നത്? അവസാന ഭാഗത്താണ് അല്ലെ. കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ അവസാന ഭാഗത്താണ് വരുന്നത് അല്ലെ. അപേക്ഷയുടെ അവസാന നിഗമന ഭാഗത്തിലാണ് ഇത് എഴുതുന്നത്.
ഔദ്യോഗത്തിലെ ശരിയായ ഒപ്പിടൽ രീതി ഏത്? ഔദ്യോഗികത്തിൽ ഒപ്പിടാറുണ്ട്, പക്ഷെ അത് അതിന്റെ ശരിയായ രീതി ഏതാണ്? മുകളിൽ അല്ല, ഒപ്പിന് താഴെ വ്യക്തമായ തിരിച്ചറിയൽ വേണം. ഔദ്യോഗത്തിൽ ആദ്യ വാക്യം എങ്ങനെയായിരിക്കണം? ഔദ്യോഗികത്തിലെ ആദ്യ വാക്യം എങ്ങനെയായിരിക്കണം? അറിയാമോ ആർക്കെങ്കിലും? എങ്ങനെയായിരിക്കണം? വിഷയം വ്യക്തമാക്കുന്ന ആയിരിക്കണം അല്ലെ? ആദ്യ വാക്യം കത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കണം. മേലധികാരിക്ക് അയക്കുന്ന കത്തില് താങ്കൾ എന്ന പദം ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ത്? മേലധികാരിക്ക് ഉപയോഗിക്കുന്ന കത്തില് താങ്കൾ എന്ന പദം ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണ്? ഔപചാരികത നിലനിർത്താനാണ് അല്ലെ? ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഔപചാരിക പദമാണ് താങ്കൾ. ഔദ്യോഗത്തിൽ പരാമർശിക്കേണ്ട തീയതി ഏത്? ഔദ്യോഗത്തിൽ പരാമർശിക്കേണ്ട തീയതി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ആവശ്യവുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ, ആവശ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട തീയതികൾ മാത്രം നൽകണം. ഔദ്യോഗത്തിലെ പാരഗ്രാഫുകൾ എങ്ങനെയായിരിക്കണം? ഔദ്യോഗിക കത്തുകൾ എഴുതുന്ന അവസരത്തിൽ അതിന്റെ പാരഗ്രാഫുകൾ എങ്ങനെയായിരിക്കണം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ചെറുതും ആശയ കേന്ദ്രിതവുമായ പാരഗ്രാഫുകൾ ആയിരിക്കണം അല്ലെ? ഓരോ പാരഗ്രാഫും ഒരു ആശയം മാത്രം ഉൾക്കൊള്ളണം. എനിക്ക് അവധി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നതിന്റെ കൂടുതൽ ഔദ്യോഗിക രൂപം ഏത്? എനിക്ക് അവധി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നതിന്റെ കൂടുതൽ ഔദ്യോഗിക രൂപം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. അവധി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിനയപൂർവമാണ് അപേക്ഷയാണ് ഔദ്യോഗിക ശൈലി. അപ്പോൾ ഔദ്യോഗിക കത്തിലേക്ക് എഴുതുന്ന അവസരത്തിൽ എനിക്ക് അവധി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു, അത് വിനയപൂർവമായ അപേക്ഷയാണ് ഏറ്റവും നല്ല ഔദ്യോഗിക ശൈലി. ഔദ്യോഗിക കത്തില് കാരണങ്ങൾ എഴുതുമ്പോൾ ഒഴിവാക്കേണ്ടത് ഏത്? ഔദ്യോഗിക കത്തില് കാരണങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമുണ്ട്. ഏതാണ് ഒഴിവാക്കേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. വ്യക്തിപരമായ വികാരങ്ങൾ ഒഴിവാക്കണം അല്ലെ? വികാര പ്രകടനം ഔദ്യോഗിക കത്തില് യോജിച്ചതല്ല. മേലധികാരിക്ക് അയക്കുന്ന കത്തില് അറിയിക്കുന്നു എന്ന പദം സാധാരണ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള കത്തിനാണ്? മേലധികാരിക്ക് അയക്കുന്ന കത്തില് അറിയിക്കുന്നു എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള കത്തിനാണ്? ഏത് തരത്തിലുള്ള കത്തിനാണ്? അറിയിപ്പ്, റിപ്പോർട്ട് കത്തുകളിലാണ് അത് ഉപയോഗിക്കുന്നത്. വിവരം അറിയിക്കുന്ന കത്തുകളിൽ അറിയിക്കുന്നു ഉപയോഗിക്കുന്നു. ഔദ്യോഗത്തിൽ ഒരേ വാക്യം ആവർത്തിച്ചെഴുതുന്നത് എന്തുകൊണ്ട് തെറ്റാണ്? ഔദ്യോഗത്തില് ഒരേ കാര്യം ആവർത്തിച്ചെഴുതുന്നത് എന്തുകൊണ്ട് തെറ്റാണ്? മുകളിൽ പറഞ്ഞെല്ലാം, അതായത് ഭാഷ മോശമാകുന്നു, കത്ത് നീളം കൂടുന്നു, വ്യക്തത കുറയുന്നു, ആവർത്തനം കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കും. ഔദ്യോഗത്തിൽ ഉപയോഗിക്കേണ്ട ശരിയായ അവസാന വാക്യം ഏത്? ഔദ്യോഗത്തിൽ ഉപയോഗിക്കേണ്ട ശരിയായ അവസാന വാക്യം ഏതാണ്? ദയവായി പരിഗണിക്കണം, വിനയപൂർവമായ അപേക്ഷയാണ് ഉചിതം. മേലധികാരിക്ക് അയക്കുന്ന കത്തിൽ ഒപ്പുവെക്കുന്നത് എന്തിന്? മേലധികാരിക്ക് അയക്കുന്ന കത്തിലൊക്കെ ഒപ്പുവെക്കുന്നത് എന്തിനാണ്? 4 ഓപ്ഷൻ ഉണ്ട്. എന്തിനാണ്? ഓപ്ഷൻ ബി ആണല്ലേ. എഴുത്തുകാരനെ അത് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒപ്പ് എഴുത്തുകാരന്റെ ഔദ്യോഗിക തിരിച്ചറിയലാണ്. അതുകൊണ്ട് തന്നെ മേലധികാരിക്ക് അയക്കുന്ന കത്തിൽ ഒപ്പ് വയ്ക്കുന്നത് അത് എഴുത്തുകാരനെ തിരിച്ചറിയാനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.